ഇത് ബാലരാമപുരം മംഗലത്തുകുണം എന്ന് പറയുന്ന സ്ഥലത്തെ കൊച്ചുകട മാർക്കറ്റാണ്. ഒരു ഫേമസ് ആയ മാർക്കറ്റാണ് ഈ കൊച്ചുകട മാർക്കറ്റ്. വിഴിഞ്ഞത്ത് നിന്നും നേരിട്ട് പിടിക്കുന്ന മീനുകൾ ഐസൊന്നും ഇടാതെ നല്ല ഫ്രഷോട് കൂടിയാണ് ഈ കൊച്ചുകട മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിറ്റഴിക്കപ്പെടുന്നത്. ഒരു 12 മണിയോടെ എല്ലാ മീനുകളും ഇവിടെ എത്തും. മീന് മാത്രമല്ല, വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് വളം ചേർക്കാത്ത നല്ല നാടൻ പച്ചക്കറികളും ഇവിടെ നിന്ന് കിട്ടും. അങ്ങനെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മാർക്കറ്റാണ് നമ്മുടെ കൊച്ചുകട മാർക്കറ്റ്. ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും പച്ചക്കറിയും മീനും വാങ്ങുന്നത് ഈ മാർക്കറ്റിൽ നിന്നാണ്. ഇന്ന് ഈ മാർക്കറ്റ് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത്. കാരണം എന്താണെന്നോ, ഈ മാർക്കറ്റിൽ ആദ്യം ഇന്റർലോക്ക് ഇട്ടിട്ടില്ലായിരുന്നു. മഴ പെയ്യുമ്പോൾ അവിടെ ആകെ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയായിരുന്നു മുൻപുണ്ടായിരുന്നത്. ആ അവസ്ഥ കണക്കിലെടുത്ത് ആ മാർക്കറ്റിന് ചുറ്റുമിരിക്കുന്ന കടയിലുള്ള ഉടമസ്ഥരും മത്സ്യത്തൊഴിലാളികളും എല്ലാവരും കൂടെ ചേർന്ന് പിരിച്ചെടുത്ത തുകയിൽ ഇന്റർലോക്ക് ഇറക്കി. എന്നാൽ ആ ഇന്റർലോക്ക് കൊണ്ട് ഈ മാർക്കറ്റിനെ നവീകരിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. പിന്നീട് ഫണ്ട് തരാമെന്ന് പറഞ്ഞവരാരും അവർക്ക് ഫണ്ട് കൊടുത്തില്ല. വെള്ളക്കെട്ട് രൂക്ഷമായപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് അവിടെ ഇരിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഇറക്കിയ ഇന്റർലോക്ക് അവർ തന്നെയാണ് അവിടെ പാകിയിട്ടത്. ഇത് നമ്മുടെ പേര് കേട്ട മംഗലത്തോണം ചന്തയാണ്. മംഗലത്തോണം ചന്തയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ചെയ്തിട്ടിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം എങ്ങനെയാണ് ഒരു ഹൈജീനിക്കായിട്ടുള്ള രീതിയിലല്ല ഇത് ചെയ്തിരിക്കുന്നത്. മീൻ കൊണ്ടുവന്ന് നേരെ കച്ചവടം ചെയ്യാൻ പോലും അവർക്ക് പറ്റുന്നില്ല. ഈ വെള്ളമെല്ലാം ഇവിടെ കെട്ടിക്കിടന്നാൽ അതും ഒരു ബുദ്ധിമുട്ടാവും. ഇതൊരു നവീകരണത്തിന് വേണ്ടി ഒരു ഫണ്ട് സ്വരൂപിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്താണ് ഇത് ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ടിരിക്കുന്നതെന്നൊരു പിടിയില്ല. കുറേ വെള്ളങ്ങളൊക്കെ കെട്ടിക്കിടന്ന് ഇത് ചെയ്യേണ്ടതിന് കോൺക്രീറ്റാണ് ചെയ്യേണ്ടത്. കോൺക്രീറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് ഈ വേസ്റ്റ് വെള്ളം ഒഴുകിപ്പോകാനുള്ള ലൈനും എല്ലാം ക്രമീകരിച്ചാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ചന്ത നശിപ്പിക്കാനാണോ നന്നാക്കാനാണോ ഇത് ചെയ്തിട്ടേക്കുന്നത് അറിയത്തില്ല. ഈ ചന്തയെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും വീടുകളിൽ നിന്ന് പല സാധനങ്ങൾ ശേഖരിച്ച് ഇവിടെ കൊണ്ടുപോയി കച്ചവടം ചെയ്ത് അവർ ഉപജീവനമാർഗം നടത്തുന്ന ഒരു ചന്തയാണ്. അത് ഒരിക്കലും അന്യാധീനപ്പെട്ടു പോകാനോ നശിപ്പിക്കാനോ ആരും ശ്രമിക്കരുത്. നമ്മളെല്ലാവരും വന്ന് സത്യസന്ധമായിട്ട് മീനും അതുപോലെ തന്നെ കാര്യങ്ങളും എല്ലാം കിട്ടുന്ന ഒരു ചന്തയാണ്. വേറെ ഒരിടത്തും എനിക്ക് തോന്നുന്നില്ല. പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ വന്ന് മീൻ വാങ്ങിക്കാൻ ആൾക്കാർ വരുന്നുണ്ട്. 3-4 കിലോമീറ്റർ ദൂരെ നിന്ന്. ഈ ചന്തയുടെ നവീകരണത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വല്ലതും സഹായങ്ങൾ കൊടുത്തോ? ഞങ്ങൾ കൊടുത്തതിന് തന്നെ ഈ കല്ല് മാത്രമേ ഇറക്കിയിട്ടിട്ടുണ്ട്. എല്ലാ പെണ്ണുങ്ങളും മൊത്തം 40 പെണ്ണുങ്ങള് ഡെയിലി പൈസ കൊടുത്തോണ്ടിരുന്നു. മനസ്സിലായോ? 1500, 2000, 1700 ഇങ്ങനെയൊക്കെ കൊടുത്ത് ഓരോ മനുഷ്യരും കൊടുത്തിട്ടുണ്ട്. പക്ഷെ കുറെ കല്ലിറക്കിയിട്ട് കല്ലിനെ അവിടെ അടക്കിയിട്ടിരുന്ന മഴ പെയ്തപ്പോഴും പെണ്ണുങ്ങൾക്ക് വരണ യാത്രക്കാർക്കും പറ്റുന്നില്ല. അങ്ങനെ കല്ലുകൾ എങ്ങനെ വാരി ശേഖരിച്ചിട്ട് ഇത്രയേ ഉള്ളൂ. ഇതിന് മുമ്പേ ഒരു മെമ്പർ വന്ന് അവരിങ്ങനെ പരിഹാരം കണ്ടെത്തുമെന്ന് പറഞ്ഞ്, എന്നിട്ട് അയാൾ ഇതുവരെ കണ്ടില്ല. പിന്നെ പറയണ പൊതുസ്ഥലമില്ല, ആര്യ വസ്തുവാണെന്നൊക്കെ പറയണത്. നമ്മളെ ജീവിത പ്രശ്നത്തിന് വരണവരാണ്. അങ്ങനെ നമ്മളെ വരം പോകും. അത്രയേ ഉള്ളൂ. പ്രശ്നം അത്യാവശ്യം നല്ല സാധനം വന്ന് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് ഈ ചന്തയേ ഉള്ളൂ. 5000-6000 രൂപയൊക്കെ ഞങ്ങൾ കൊടുത്തിരിക്കുന്നു. 5000 വാങ്ങിച്ച് 4500 രൂപ അവിടെ കൊടുത്ത് 500 രൂപ അവിടെ കൊടുത്തു. 5000 രൂപ കൊടുത്തിട്ട് ഉണ്ടല്ലോ ഒരു കല്ല് പോലും തന്നില്ല. ഇവിടെ മീൻ വിൽക്കുന്ന പെണ്ണുങ്ങളാണ്. പക്ഷെ കടയുടെ മാർക്കറ്റിൽ ആരും കയറുന്നില്ല. അവര് പറയുന്നത് മീൻ വാങ്ങിക്കാൻ വന്നപ്പോ കാലൊക്കെ കടിക്കണമെന്നാണ് പറയുന്നത്. കാലിന്റെ അണുക്കളൊക്കെ കയറണമെന്നാണ് പറയുന്നത്. മീൻ വിൽക്കാൻ സമ്മതിക്കണം. പാവപ്പെട്ട ആൾക്കാരാണ് ഈ ചന്തയിൽ വരുന്നത്. അവർക്ക് ഈ അത്രയും രോഗാണുക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ കുഴിയും ഇവിടെ ഉണ്ടാക്കി ഈ വേസ്റ്റ് വെള്ളം അത്രയും വെച്ച് ഈ കൂത്താടിയും കൊതുവും എല്ലാം നിറഞ്ഞു കിടക്കുകയാണ്. ഒന്നാമത് കൊറോണ സമയം, ഇത് നോക്ക്, കൂത്താടിയും കൊതുവും നിറഞ്ഞ് ഈ ചന്തയ്ക്കകത്താണ് ആൾക്കാർ അത്രയും മീൻ വാങ്ങാൻ വരുന്നത്. പാവങ്ങളെല്ലാം രോഗങ്ങൾ വന്ന് ആരെങ്കിലും സംരക്ഷിക്കുമോ? ആര് നോക്കും? പൈസ പിരിച്ചോ എന്നുള്ളതല്ല, ഈ രോഗം വന്ന ആരെങ്കിലും സഹായിക്കാൻ പറ്റുമോ? അതാ ഇങ്ങോട്ട് വാ, ഇതെടു. കണ്ട മീൻ വെള്ളം എടുത്ത് ഒഴിച്ചാണ് ഇതെല്ലാം ഇത്ര ഇവിടെ വൃത്തികേടായിട്ട്. അല്ല, വെള്ളം പോകാൻ സ്ഥലമില്ല. പക്ഷെ ഈ വെള്ളം റോഡിൽ ചെന്ന് എൻ്റെ എന്നും പരാതി പറയണം. അപ്പുറത്തെ വീട്ടുകാർക്ക് രോഗം വന്ന് അവർക്ക് ആർക്കും കിടക്കാൻ പാടില്ല. അപ്പൊ ഈ ചന്ത എന്ന് പറയുന്നത് എന്ന് നിലവില്ലാതെ വരുന്നോ അന്ന് ആ അംഗങ്ങളുടെ വീടുകളിൽ എത്തിക്കാനാണ് പ്രമാണം. പക്ഷെ ഇതിന്റെ ബാക്കി സ്ഥലം അപ്പുറത്തും കിടക്കുകയാണ് മംഗലത്തോണത്ത്. ഈ ഇത്രയും ഇങ്ങനെ അതപ്പതിച്ച് ഇവിടെ കൊണ്ടുവന്ന് സാധനങ്ങൾ വിറ്റ് ഒരു കാലത്ത് ഈ ചന്ത അടയ്ക്കാൻ ആർക്കും അധികാരമില്ല. പഞ്ചായത്തിന്റെ വകയല്ല കേട്ടാ.
ആരും കടക്കാശ് കൊടുക്കുന്നില്ല. അപ്പൊ ഇരിക്കുന്ന സ്ഥലം വൃത്തിയാക്കി ഇടേണ്ടത് അവരവരുടെ ഉത്തരവാദിത്വമാണ്. ഈ ഹെൽത്ത് വന്ന് ഇത് നോക്കി ചെയ്യേണ്ടതാണ്. ഹെൽത്ത് വീടുകളിൽ ചെന്ന് നോക്കൂല. ഇവിടെ ഈ കച്ചവടത്തിന് വരുന്ന മത്സ്യത്തൊഴിലാളികളൊക്കെ അവരുടെ 10 വയസ്സിലെ ഇവിടെ വന്ന് കച്ചവടം ചെയ്യുന്നു എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അത്രയ്ക്ക് ആത്മബന്ധമുണ്ട് ഈ കൊച്ചുകട മാർക്കറ്റുമായി അവർക്ക്. പുതിയ മാർക്കറ്റിനായി വളരെ പ്രതീക്ഷയോടെയാണ് ഇവരും കാത്തിരിക്കുന്നത്.